നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ക്രെയിനിങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രെയിനിങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ടി വിങ്ങളൊക്കെ ഫൈനലി ഓൺ ആക്കണ മോഡിൻ്റെ ഓപ്ഷൻ ചെറുതായിട്ട് ലീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ മറക്കാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റിങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റിങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ട്രെയിനിങ് ആളൊക്കെ എടുക്കാം, ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ നോക്കാം. അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡായ നമ്മുടെ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇതെങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഫയൽ മോഡ് ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ നമ്മൾ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റിങ്ങളൊക്കെ എടുക്കാൻ കരുതിയിട്ട് നേരെ നിങ്ങൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളെ ഗെയിം ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ മോഡ് സ്ലോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക. ഞാൻ സ്ലോട്ട് 1 ആണെങ്കിൽ സെലക്ട് ചെയ്തത്. സ്ലോട്ട് 1 നിങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് അടിച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഗെയിം ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഗെയിം പ്ലേ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ലിങ്ക് കിട്ടണമെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് കൊടുത്തേക്കാം. ഈ ഒരു ലിങ്ക് കിട്ടണമെങ്കിൽ മാത്രം, ഇത് നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ലിങ്കാണ്. അത് നമുക്ക് മാത്രം ഡയറക്റ്റ് കിട്ടണ ഒരു ലിങ്കാണ്. ഇത് എനിക്ക് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കിത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഈ ഒരു ലിങ്ക്. അതിന് നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നെറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ ശേഷം ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ, ആ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഈ ഒരു പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് ടൈമർ ഫയൽ ലോഡിംഗ് എന്ന് എഴുതിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ച് നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുക്കുക. ഞാൻ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മൾ 66 എന്ന് പറയുന്ന ഒരു ജി വാഗൺ, അടിപൊളി ജി വാഗനാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജി വാഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങളും പോയാലും നിങ്ങൾക്കും ഈ ഒരു നമ്മുടെ ഈ ഒരു പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് എടുക്കാമെങ്കിൽ ഷോർട്ട് കട്ട് എടുക്കാം. ഞാൻ എന്തായാലും എനിക്ക് പറ്റത്തക്ക വിധത്തിലുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെയ്നേഴ്സിൻ്റെ ആ ലൊക്കേഷൻ വെച്ച് പിടിക്കുകയാണ്. അങ്ങോട്ടൊക്കെ സ്ട്രെയിറ്റ് വന്നാൽ മതി. ഡയറക്റ്റ് നമ്മളെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വന്ന് കയറുന്നതാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയി നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ അതിന് കുറച്ച് ഫയർ എഞ്ചിനും കണക്ക് എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയി നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് വേറെ ലെവൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പം ലിങ്ക് കിട്ടണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്തായാലും ഒരു കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് കാണാനായിട്ട് എന്തായാലും വേറെ ലെവലായിട്ടാണ്. ആ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ തന്നെ 2-3 പോലീസ് വെഹിക്കിൾസും പിന്നെ നമ്മുടെ ഫയർ എഞ്ചിൻ്റെ വെഹിക്കിളും എല്ലാം കിടപ്പുണ്ട്. അടിപൊളി കിണ്ണം കാച്ചി നമ്മുടെ ഈ ഒരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ആയത്. എന്തായാലും വെച്ച് വേറെ ലെവലൊരു ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് എന്തായാലും ഉണ്ടാക്കാൻ നല്ല രീതിയിൽ പാട് വിട്ടാണ് ഡെവലപ്പറെല്ലാം കൂടെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ വേറെ ലെവൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ക്രെയിനിങ് ആളൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്രെയിൻ എന്തായാലും ഇതൊരു റിവീൽ ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടെങ്കിൽ ചെറിയൊരു മോഡൽ ബേസ് മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയ നമ്മളൊരു ക്രെയിനിൻ്റെ ഒരു മോഡൽ ബേസ് മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീറ്റ് കോഡ് നമുക്കൊരു ഉദാഹരണം ഇപ്പോൾ നമുക്ക് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഇപ്പോൾ ഈ ഗെയിമിലോട്ട് വരാൻ പോകുന്ന എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് 2-3 ചീറ്റ് കോഡ്സ് പറഞ്ഞു തരാം. ഫസ്റ്റ് ഈ ഒരു ചീറ്റ് കോഡ് നമ്മൾ JCBയാണ്. അടുത്ത 2 ചീറ്റ് കോഡ്സ് ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ആ ഒരു ചീറ്റ് കോഡ് ആയിരിക്കണം നമ്മുടെ ഗെയിമിലോട്ട് അടുത്ത് വരാൻ. ആ ഒരു ചീറ്റ് കോഡാണ് ഫസ്റ്റ് തന്നെ 8899 ആയിരിക്കും. അടുത്ത നമ്മളെ ഗെയിമിലോട്ട് വരാൻ ക്രെയിൻ്റെ ചീറ്റ് കോഡ് അല്ലെങ്കിൽ 7888 ആയിരിക്കും, അല്ല 7788 ആയിരിക്കണം ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ നമ്മളെ ക്രെയിൻ്റെയൊക്കെ ചീറ്റ് കോഡ്. ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ട്രെയിൻ വരുമെന്നുള്ളതിൻ്റെ കൺഫേം ആയിട്ടുണ്ട്, 100% കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ ഗെയിമിലോട്ട് കാത്തിരിക്കും. അത് ഞാൻ ഈ ഒരു ചാനലോട് അറിയിക്കാം. അപ്പോൾ നമ്മൾ കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ് TV ഓണാക്കണ മോഡ് എപ്പോൾ വരും ബ്രോ, TV ഓണാക്കണ മോഡ് എപ്പോൾ വരുന്നു. ഫൈനലി TV ഓണാക്കണ മോഡ് എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതിന് ചെറിയൊരു മോഡൽ ഇട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ RJ സ്റ്റൂളിൽ പോയിട്ട് ഫാൻ ഓണെന്ന് അടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഫാൻ ഇവിടെ ഓണാവും. അതുപോലെ നിങ്ങൾ RJ സ്റ്റൂളിൽ പോയിട്ട് TV ഓണെന്ന് അടിച്ച് കഴിഞ്ഞാൽ TV ഓൺ ആവത്തില്ല. TV ഓൺ അടിച്ച് കഴിഞ്ഞാൽ TV ഓൺ ആവത്തില്ല ഗൈസ്. ഓക്കെ, അതാണ് ഇപ്പോൾ വന്നൊരു വിഷയം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് ലീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ പുതിയൊരു ഫോണാണ്. അതിൽ തന്നെ അതാ
ടി വി ഓൺ ആക്കുന്ന ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ടി വി കാണൊക്കെ ഓൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്പർ അല്ലെങ്കിൽ അവിടെ ടി വിയുടെ ചിഹ്നമുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ടി വി നമ്മൾ ടി വിയുടെ ഫുൾ റിമോട്ട് ഇതിൽ തന്നെ നമുക്ക് കിട്ടുമെങ്കിൽ വേറെ ലെവലായിട്ടുണ്ട്. ഇതാണ് എനിക്കിപ്പോൾ നമുക്ക് ലീക്കായിട്ട് കിട്ടിയൊരു വീഡിയോ. ഇതാണ് നമ്മൾ ഗെയിമിലോട്ട് വരാൻ നമ്മുടെ പുതിയൊരു ഫോണ്. ഇതെനിക്കിപ്പോൾ ലീക്കായിട്ട് കിട്ടിയൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അടിപൊളി ഒരു ഫോൺ തന്നെയാണ് നമ്മൾ ഗെയിമിലോട്ട് പോയത്. വേറെ ഒരു ഫോണാണിത്. അപ്പോൾ ഇതാണ് വിശദമായിട്ട് ഫോണിൻ്റെ ഫുൾ ഇൻ്റർഫേസ്. അപ്പോൾ ആ ഒരു ഫോണ് നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണ്. അടിപൊളി ഒരു ഫോണാണെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് ഇനി ഇതാ കൊണ്ടുവരാനായിട്ട് പോകണം. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ടി വി ഉണക്കണം മോഡും വരുന്നതാണ്. അപ്പോൾ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.